LED TV ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കംപ്ലൈൻറ്റുകൾ ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒത്തിരി നാൾ നിങ്ങളുടെ TV എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ LED TV എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ സ്ക്രീൻ വരുന്നത് LCD ആയിരിക്കും വരുന്നത്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് LED TV എന്ന് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ലൈറ്റിനായിട്ട് TVയിൽ കൊടുക്കുന്നത് LED ബൾബുകളാണ്, അതുകൊണ്ടാണ് LED TV എന്ന് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ LCD TV ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ലൈറ്റിനായിട്ട് കൊടുക്കുന്നത് ഫ്ലൂറസെൻറ്റ് ലാമ്പുകളാണ്. നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞെന്ന് മാത്രം. LED TVകൾക്ക് ഇത്ര വർഷത്തെ ആയുസുള്ളൂ, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളാണ്. കമ്പനി ഇങ്ങനെ ഒരു ടൈം പീരീഡോ ഇങ്ങനെ ഒന്നും സെറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ നിങ്ങൾക്ക് TV യൂസ് ചെയ്യാൻ സാധിക്കും. 3 ടൈപ്പ് പാനലുകളാണ് പ്രധാനമായിട്ട് വരുന്നത്: VA പാനൽ, ഹാർഡ് പാനൽ, IPS പാനൽ. VA പാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്രീനുമ്പോൾ തൊടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരിക്കും TVക്ക്. ആ സമയത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയണതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈഡ് വ്യൂ ഉണ്ടാവില്ല, സെൻറ്റർ വ്യൂ മാത്രമായിരിക്കും വരുന്നത്. കുറഞ്ഞ കമ്പനികളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്ന 99% മോഡൽസിലും അതേപോലെ കുറഞ്ഞ കമ്പനികളുടെയൊക്കെ വരുന്നത് ഇത്തരത്തിൽ VA പാനലായിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ മോഡലാണ് ഹാർഡ് പാനൽ. ഹാർഡ് പാനൽ വരുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കും. സൈഡ് വ്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേട് ഉണ്ടാവില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ പാനലാണ് IPS പാനൽ. കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള പാനലായിരിക്കും വരുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടയും മുട്ടയൊക്കെ ഉണ്ടാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതേപോലെ സൈഡ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 178 ആയിരിക്കും അതിൻ്റെ ഒരു സൈഡ് വ്യൂ വരുന്നത്. നമ്മളൊരു TV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, കുറഞ്ഞ കമ്പനിയുടെ ഏതെങ്കിലും ഒരു TV വാങ്ങിക്കണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രൈസ് കൂടിയ നല്ലൊരു മോഡൽ വാങ്ങിക്കണോ എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രാൻഡിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഐറ്റം വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ, ബോർഡ്, പാനൽ, ഇതൊക്കെ ഏറ്റവും ക്വാളിറ്റി കൂടിയതായിരിക്കും വരുന്നത്. കുറഞ്ഞ കമ്പനിയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി അതിലുണ്ടാവുള്ളൂ. പ്രൈസിങ് കുറവാണ്, സ്വാഭാവികമായിട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കുറവായിരിക്കും വരുന്നത്. ഇനി ഈ ഒരു പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 43 ഇഞ്ചിൻ്റെ കുറഞ്ഞ കമ്പനിയുടെ 4K UHD TV വാങ്ങിച്ചേക്കണം. നമുക്ക് ഇതേപോലെ തന്നെ ഒരു ബ്രാൻഡ് TVയുടെ കമ്പനി ഐറ്റം 43 ഇഞ്ചിൻ്റെ ഫുൾ HD TV വെച്ചേക്കണത്. ഇതിൽ രണ്ടിലേക്കും സെയിം വീഡിയോ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 4K എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി കൂടുതലുണ്ടാവണം. സെയിം വീഡിയോ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4K TVനേക്കാളും ക്ലാരിറ്റി കൂടുതലായിരിക്കും ഈ പറയുന്ന ഒരു കമ്പനി TVയുടെ ഫുൾ HD TVക്ക്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ക്രീൻ, അതിൻ്റെ ആ ഒരു പാനലൊക്കെ ഏറ്റവും ക്വാളിറ്റി കൂടിയതായിരിക്കും നമുക്ക് ഈ ഒരു ബ്രാൻഡ് കമ്പനിയുടെ വരുന്നത്. അതേപോലെ സൗണ്ട് ക്വാളിറ്റി നോക്കിയാലും ഏറ്റവും മികച്ചതായിരിക്കും ഒരു കമ്പനിയുടെ വരുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിക്സൽ റെസൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4K എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി, ആ ഒരു ക്ലാരിറ്റി കൂടുതൽ എപ്പോഴും ഒരു ബ്രാൻഡ് കമ്പനിയുടെ TVക്കായിരിക്കും. പിന്നെ പറയണത് 3 വർഷം വാറണ്ടിയിലെ, 2 വർഷം വാറണ്ടിയിലെ കുറഞ്ഞ കമ്പനി ആയാലും എന്താണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു 3 വർഷമൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങളത് വാങ്ങിക്കണത്. ചിലപ്പോൾ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമ്മളത് വാങ്ങിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു വാറണ്ടീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 3 വർഷം എന്ന് പറയുമ്പോൾ നമുക്കത് കംപ്ലയിൻറ്റ് ഉണ്ടാകാതെ നിൽക്കുന്നതാണ്. അതേപോലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ്. ഇതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഈ 3 വർഷം കഴിഞ്ഞാലും നമുക്കത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങളൊരു ബ്രാൻഡ്, ഒരു കമ്പനി ഐറ്റം തന്നെ വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഒരു LED TV നമ്മൾ ബേസ് സ്റ്റാൻഡിൽ വെക്കണതിന് പകരം ചുമരിൽ വെക്കണതാണ് ഏറ്റവും നല്ലത്. അത് പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വെയിറ്റ് കുറവാണ്. തട്ടയും മുട്ടയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ വീഴാനും അങ്ങനെ കംപ്ലൈൻറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചുമരിൽ സെറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് വരുന്നത്. ഇനി ചുമരിൽ സെറ്റ് ചെയ്യാൻ മാർഗ്ഗമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഈ കോർണറായിട്ടുള്ള ഏരിയകൾ ഉണ്ടാവില്ലേ, ചെറിയ കോർണറുകൾ, അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് കോർണർ സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയകളിൽ, അതേപോലെ ഈർപ്പം തട്ടുന്ന ഏരിയകളിലൊന്നും നിങ്ങൾ TV ഒരു കാരണവശാലും വെക്കരുത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ജനലിമയൊക്കെ സെറ്റ് ചെയ്യൂലേ, അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ആ ജനലിൻ്റെ ചൂട്, ആ ഗ്ലാസിൻ്റെ ചൂടും TVയുടെ ചൂടും ഇതൊക്കെ കൂടി വരുമ്പോൾ TV കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലടിക്കുന്ന ഏരിയകളിൽ, അതേപോലെ ഈർപ്പം തട്ടുന്ന ഏരിയകളിൽ നിങ്ങൾ TV യൂസ് ചെയ്യരുത്.
പലരും ടി വി കവർ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, തുണി ഇട്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ കവർ ചെയ്യേണ്ടെന്നൊന്നുമല്ല പറയണത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ആ കവർ മാറ്റിയിട്ടിട്ട് ഉപയോഗിക്കുക. തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തുണി മാറ്റിയിട്ടിട്ട് നിങ്ങൾ ടി വി കാണുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്യൂലേ, ആ ഓഫ് ചെയ്യുമ്പോൾ ഓടിപ്പോയി കവർ ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂടിയിടാൻ പാടുള്ളൂ. നിങ്ങൾ LED TV ഓഫ് ചെയ്യുമ്പോൾ റിമോട്ടിൽ ആദ്യം ഓഫ് ചെയ്യുക, അതിനുശേഷം മാത്രമേ പ്ലഗ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസാണ് അത്. നിങ്ങൾ റിമോട്ടിൽ ആദ്യം ഓഫ് ചെയ്യുക, അതിനുശേഷം അപ്പം തന്നെ പോയി പ്ലഗ് ഓഫ് ചെയ്യാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ടി വി കുത്തുന്ന സോക്കറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ പ്ലഗ് കുത്തുന്ന സോക്കറ്റ്, ആ സോക്കറ്റ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്നതിൽ മാത്രമേ നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോക്കറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ പ്ലഗ് ഇങ്ങനെ ഇളകി കളിക്കണം, അത്രയും ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, ലൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുത്താൻ പാടില്ല. കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുന്ന പ്ലഗിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ടി വിയുടെ പ്ലഗ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സ്മാർട്ട് ടി വിയൊക്കെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഒക്കെ വരാനും അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ആവാനൊക്കെ അത് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സോക്കറ്റിൽ മാത്രമേ നിങ്ങളുടെ ടി വി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സോക്കറ്റ്, അതേപോലെ ഈ സോക്കറ്റിൽ തന്നെ നമുക്ക് കണക്ടർ ഉപയോഗിച്ചിട്ട് 3-4 കോഡ് വയറുകൾ എന്ന് വെച്ചാൽ ടി വിയുടെ, ഹോം തിയേറ്ററിൻ്റെ, സെറ്റ് ബോക്സ് ഇതൊക്കെ കൂടി ഒരുമിച്ചും കണക്ട് ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പാടില്ല. ടി വിയുടെ ആണെന്നുണ്ടെങ്കിൽ ടി വിയുടെ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ രീതിയിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ആവാനുള്ള അതിൻ്റെ ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ ടി വി തുടർച്ചയായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ടി വി ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആ ടി വിയുടെ ലൈഫ് കൂടാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ റിമോട്ട് വേറെ എന്ന് വെച്ചാൽ ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടി വി കംപ്ലൈൻ്റ് ആയി പോകുമെന്ന് ചോദിക്കാറുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റിമോട്ട് ഒറിജിനലാണെന്നുണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിലും ടി വിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. രണ്ടായാലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ റിമോട്ട് കംപ്ലൈൻ്റ് ആവുമെന്ന് മാത്രം. LED ടി വികളുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ ടി വിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പാനൽ, ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ കയറാണ്ട് നിങ്ങളുടെ ടി വി നിങ്ങൾ സംരക്ഷിക്കുക. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതെങ്ങനെ കയറാതിരിക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കയറാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തിപരമായ രീതിയിൽ നിങ്ങളത് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ഇടിമിന്നൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. നമ്മൾ ആദ്യം അതിൻ്റെ പ്ലഗ് ഊരിയിടുക. രണ്ടാമതായിട്ട് കേബിളിൻ്റെ ആ ഒരു വയറ് വിടിയിച്ചിടുക. ഈ വയറ് വിടിയിച്ചിടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആ ടി വിമേ തന്നെ അത് ഒടിയിച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡുമേ തന്നെ മുട്ടിച്ച് വെക്കുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ 1 മീറ്ററെങ്കിലും അകലത്തിൽ അത് മാറ്റിയിടുക. അതങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇടിവാൾ മിന്നുമ്പോൾ ഒരു സ്പാർക്കൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടി വിമേ മുട്ടിച്ചിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ വാൾ മൗണ്ടിങ് സ്റ്റാൻഡുമൊക്കെ മുട്ടിച്ചിടുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെറ്റലായിരിക്കുമല്ലോ സ്റ്റാൻഡ് വരുന്നത്, ഇതിലൊക്കെ മുട്ടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പാർക്ക് വരുമ്പോൾ ടി വിയിലേക്ക് ഡയറക്റ്റ് കേൾക്കും. എന്ന് വെച്ചാൽ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് ആ ഒരു സ്പാർക്ക് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ടി വി മൊത്തം കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. നിങ്ങൾ ആ ഒരു ടി വിന്ന് ഊരിയില്ല, ഇടിവാൾ മിന്നുന്ന ടൈമിൽ ഊരിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോർഡ് മാത്രമേ പോകാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. ഊരിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രീതിയിൽ ടി വിമൊക്കെ മുട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വി മൊത്തം പോകാൻ, പാനലടക്കം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇടിമിന്നലൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ പ്ലഗ് ഊരിയിടുക. രണ്ടാമതായിട്ട് ആ 3 കോഡ് വയർ ഊരിയിടുക. ഈ 3 കോഡ് വയർ ഊരിയിടുമ്പോൾ ടി വിമേ തന്നെ മുട്ടിച്ച് വെക്കാൻ പാടില്ല. 1 മീറ്ററെങ്കിലും അകലത്തിൽ അത് മാറ്റിയിടുക. പിന്നെ പലരും ചോദിക്കാറുണ്ട്, സ്റ്റെബിലൈസർ ടി വിക്ക് വെക്കണമെന്നുള്ളത്. ഫ്ലക്ച്വേഷൻ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കണം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒത്തിരി നാൾ ടി വി ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോകുമെന്നുള്ളത്. നിങ്ങളൊരു പുതിയ ടി വി വാങ്ങിച്ചിട്ട് ഒത്തിരി നാൾ വാങ്ങിച്ചിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല, നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണമെന്നുണ്ടെങ്കിലും ആ ടി വി കംപ്ലൈൻ്റ് ആവാണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങളിപ്പോൾ 1 വർഷമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടി വി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഏകദേശം 60% ആ ടി വി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് പവർ വന്ന് നമ്മൾ ടി വി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ മെറ്റീരിയൽസും അത് നമുക്ക് അതിൻ്റെ പാർട്സൊക്കെ ഒരു ആക്റ്റീവായി, അത് വർക്കിംഗ് ആയി. അത് കഴിഞ്ഞിട്ട് അത് ഓഫായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടോട്ടൽ സർക്കുലർ ഓംസിലൊരു വ്യത്യാസം വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി വി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആവുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് പെട്ടെന്നൊന്നും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുമെന്നല്ല പറയണത്. വരാനുള്ള ചാൻസ് ഉണ്ട്, പയ്യെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നിങ്ങളത് ഉപയോഗിക്കാൻ നോക്കാം. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ടി വി ഏറ്റവും കൂടിയ കമ്പനിയുടെ ആയിരിക്കും, ഏറ്റവും ക്ലാരിറ്റി ഉള്ള ടി വി ആയിരിക്കും, ഏറ്റവും ബ്രൈറ്റ്നെസ് ഒക്കെ ഉള്ള ടി വി ആയിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ടി വിയുടെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു നോർമലിൽ ഇട്ടോ അല്ലെങ്കിൽ അതിൽ താഴെ ഇട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ കുറച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. മാക്സിമം അതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിക്കാതിരിക്കണത്, എന്ന് വെച്ചാൽ മാക്സിമം പെർഫോമൻസിൽ ഇട്ട് യൂസ് ചെയ്യാതിരിക്കണതാണ് ഏറ്റവും നല്ലത്.
പണ്ടത്തെ CTV അഥവാ ആ ഒരു പെട്ടി ടി വി ഒക്കെ ഇല്ലേ, അതിനപേക്ഷിച്ച് LED ടി വിക്ക് കംപ്ലൈൻറ്റ് കൂടുതലാണോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, LED ടി വിക്ക് അതിനെ അപേക്ഷിച്ച് കംപ്ലൈൻറ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കാരണം. വളരെ സ്ലിമ്മാണ്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ മൈക്രോ ചിപ്പുകളാണ് LED ടി വികളിൽ യൂസ് ചെയ്യണത്. ഇതൊക്കെയാണ് ആ ഒരു കംപ്ലൈൻറ്റ് റേഷ്യോ ആക്കാനുള്ള കാരണങ്ങൾ, കംപ്ലൈൻറ്റ് കൂടാനുള്ള കാരണങ്ങൾ വരുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലക്ച്വേഷനിൽ ഉണ്ടാവണതോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ടി വി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കേസുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടി വി നിങ്ങൾക്ക് ഒത്തിരി നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും.